എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇൻഫോ മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷിൻ്റെ സോങ് ഓഫ് സോങ്സ് എന്നൊരു ചാപ്റ്റർ നമ്മൾ എടുത്തില്ലേ? ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോക്കിയായിരുന്നു അല്ലേ? അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് അതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് നമ്മൾ വാട്സപ്പിൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ഇല്ല, അത് കേട്ടിട്ടില്ല എന്നുള്ളവർ ശ്രദ്ധിക്കുക. വാട്സപ്പിൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ചെറിയൊരു സംരംഭം ആരംഭിക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഉള്ളത്. അത് എന്താണ് എന്ന് നിങ്ങളൊരു കുറച്ച് പേരെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പറയുള്ളൂ. പിന്നെ നിങ്ങളടുത്ത് ഒരു റിക്വസ്റ്റ് എനിക്കുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിനകത്തേക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടോ, അതിൽ നമുക്ക് സന്തോഷമാണുള്ളത്. നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും അതുപോലെ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഓരോ ക്ലാസ്സുകാർക്കുമായിട്ടായിരിക്കും നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അതിനകത്തേക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാൻ ലേറ്റ് ആകുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിന് വിഷമിച്ച് നമുക്ക് മെസ്സേജ് അയക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അത് ഫ്ലൈറ്റ് മോഡ് ആയിരിക്കും മിക്കവാറും. എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ അതിൻ്റെ ഫ്ലൈറ്റ് മോഡ് മാറ്റാറുള്ളൂ. അത് വേറെ എന്തെങ്കിലും നോക്കുന്ന കൂട്ടത്തിൽ അത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാറേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മളത് മാറ്റാറുണ്ട്. കാര്യം ആ ഫോണാണ് നമ്മൾ എപ്പോഴും ഈ വീഡിയോയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. വീഡിയോ എടുക്കുന്നതെല്ലാം ആ ഒരു ഫോണിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും ഫ്ലൈറ്റ് മോഡ് ആയിരിക്കും. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിലെ നമ്മുടെ ചാനൽ വഴിയുള്ള കമൻസിനെല്ലാം നമ്മൾ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും കാര്യം നമ്മൾ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മാത്രമാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഇൻഫോ മിററിൻ്റെ എംബ്ലം നമ്മളൊരു എംബ്ലം ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഈ കാണുന്നതാണ് നമ്മുടെ എംബ്ലം. ഇത് നമ്മുടെ ആ ഒരു എംബ്ലത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മളിപ്പോൾ എംബ്ലം പുതിയതായിട്ടൊന്ന് ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ എംബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ? ഹിയർ ആർ എ ഫ്യൂ വേർഡ്സ് ജനറലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ. Refer to a good dictionary and find out the meaning of the unfamiliar words given in the list. എന്ത് മനസ്സിലായി? ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. ഹിയർ ആർ എ ഫ്യൂ വേർഡ്സ് ജനറലി യൂസ് ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ. ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യാൻ, വിവരിക്കാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുറേയേറെ പദങ്ങളാണ് നിങ്ങൾക്കിവിടെ തന്നിട്ടുള്ളത്. റെഫർ ടു എ ഗുഡ് ഡിക്ഷണറി. നല്ല ഒരു ഡിക്ഷണറിയെ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിക്ഷണറിയുടെ സഹായത്തോടു കൂടി. ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി അൺഫെമിലിയർ വേർഡ്സ് ഗിവൺ ഇൻ ദ ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ തന്നിരിക്കുന്ന അൺഫെമിലിയർ ആയിട്ടുള്ള, പരിചിതമല്ലാത്ത വാക്കുകളുടെ മീനിങ് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ അടുത്ത് ഞാൻ എല്ലാ ക്ലാസ്സിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, ഹൈസ്കൂൾ സ്റ്റുഡൻസിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ഒരു ഡിക്ഷണറി വേണം. ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണിൽ ഡിക്ഷണറി ഉള്ളതുകൊണ്ട് ആരും മറ്റ് ഡിക്ഷണറികളുടെ സഹായം തേടാറില്ല. എന്നാലും നമ്മൾ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ എപ്പോഴും ഒരു ഡിക്ഷണറി വീട്ടിലുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ് നമ്മൾ അധ്യാപകർ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. എങ്കിലും നമ്മളുടെ കുട്ടികളുടെ ആ ഒരു രീതി വെച്ചിട്ട് കുഞ്ഞു ക്ലാസ്സുകാർക്കും കൂടി വേണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി മേടിക്കാം. ഇംഗ്ലീഷ് മലയാളം മാത്രമുള്ള ഡിക്ഷണറി വാങ്ങരുത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ മീനിങ്സ് നോക്കാം. ഏതൊക്കെ വേർഡ്സ് ആണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക്? ഫ്രണ്ട്ലി, ക്യൂരിയസ്, ഷോർട്ട്, ഹംബിൾ, ഡാർക്ക്, ബ്രേവ്, ഷൈ, lazy, caring, responsible, helpful, energetic, stubborn, funny, loving, cool, gentle, impatient, calm, quiet, cruel, supportive, faithful, wise, patient, kind, determined, slim, smart, honest, mischievous, weak, foolish, wild, unhappy and serious. ഇത്രയും വാക്കുകളിനകത്ത് കുറേയേറെ വാക്കുകളുടെ അർത്ഥം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകളുടെ അർത്ഥം എന്താണ് എന്ന് നമ്മളിവിടെ തരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതിനേക്കാൾ മുമ്പേ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓടി വന്ന് ഇത് നോക്കി എഴുതിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കുറച്ചത് ഓർമ്മയിലുണ്ടാകും. ഓക്കെ, ഇനി എന്താണ് തന്നിരിക്കുന്നത്? walk in pairs and find out the words that describe your partner. പെയറായിട്ട് നിങ്ങൾ 2 പേര് ചേർന്ന ഒരു പെയർ. അപ്പം അതിനകത്ത് എന്താണ്? നിങ്ങളുടെ പാർട്ട്ണറെ ഡിസ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളുടെ കൂടെയുള്ള ആൾ. അപ്പോൾ അവരെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള വേർഡ്സ് ഏതാണെന്ന് നോക്കുക. ദെൻ ആസ്ക് യുവർ പാർട്ട്ണർ ടു ഡിസ്ക്രൈബ് യു. അപ്പം നിങ്ങളുടെ കൂടെ 2 പേരല്ലേ, അപ്പം നിങ്ങൾ മറ്റേ ആളെ ഡിസ്ക്രൈബ് ചെയ്യുക. അതുപോലെ അയാളോട് നിങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ആൻഡ് യു ക്യാൻ ഇൻ ടേൺ ഡിസ്ക്രൈബ് ഹിം ഓർ ഹെർ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പരസ്പരം എന്ത് ചെയ്യാം? ഡിസ്ക്രൈബ് ചെയ്യാം.
കൺസിഡർ ദ ഫോളോയിങ് ട്രേറ്റ്സ് വൈൽ യു പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ താഴെ തന്നിരിക്കുന്ന കുറേ ഗുണങ്ങളുണ്ടല്ലോ, ഓരോരുത്തരുടെ ക്യാരക്ടറിനകത്തുള്ള കുറേ കാര്യങ്ങളില്ലേ, അപ്പം അതൊക്കെ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ അപ്പിയറൻസ്, അവരെങ്ങനെയാണ്, അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമായാലും അവർ നീറ്റാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അത് നമുക്ക് പറയാം. ഫിസിക്കൽ ആൻഡ് പേഴ്സണൽ സ്ട്രെങ്ത്, അവരുടെ കഴിവും അതുപോലെ കഴിവ് കേടുകളും നമുക്ക് പറയണം. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, അവർക്ക് എന്തൊക്കെയാണോ ഇഷ്ടം, എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തത് അത് പറയാം. ഹൗ ദി ക്യാരക്ടേഴ്സ് ഫീൽ അബൌട്ട് ഹിം ഓർ ഹർ, സ്വന്തമായിട്ട് തോന്നുന്നില്ല എന്താണ് നമ്മൾ ഭയങ്കര ധൈര്യമുള്ള ആളാണ് എന്നാണോ അവർക്ക് തോന്നുന്നത്, അത് അവർ ഭയങ്കര വീക്കായ രീതിയിലാണോ അവർക്ക് ഫീൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പേഴ്സണാലിറ്റി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി സ്റ്റോറി, ആദ്യം ഒരാളുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു. ചില കുട്ടികൾ കുഞ്ഞുനാളിൽ ഭയങ്കര പേട്ടൂറികളായിരിക്കും, ഒന്നും ചെയ്യത്തില്ല, എല്ലായിടത്തും ആൾ വേണം, അമ്മ അമ്മ എന്ന് പറഞ്ഞിങ്ങനെ പിറകെയൊക്കെ നടക്കില്ലേ, പിന്നീട് അവർ ഭയങ്കര കറേജായിട്ട് മാറുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാം. ചേഞ്ചസ് ഇൻ പേഴ്സണാലിറ്റി ആസ് ദ സ്റ്റോറി പ്രോഗ്രസ്, കഥ പുരോഗതിക്കുന്നതനുസരിച്ച്, കഥയെന്ന് വെച്ചാൽ അവരുടെ ഓൺ സ്റ്റോറി മതി, അതിനനുസരിച്ച് ഉണ്ടാകുന്ന അവരുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നോക്കുക. പിന്നെന്താണ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദി ക്യാരക്ടർ, നിങ്ങൾക്ക് അവരുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ, എന്താ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അഭിപ്രായം, അത് പറയുക. അടുത്തത് ലെറ്റ് us try to make a simple character sketch. എന്താണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് വെച്ചാൽ ഒരാളുടെ ക്യാരക്ടറിനെ നമ്മൾ വിവരിച്ച് പറയില്ലേ, അതാണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, let us try to make a sample character sketch. ഒരു സാമ്പിൾ ക്യാരക്ടർ സ്കെച്ച് നമുക്കൊന്ന് എഴുതാം. Look at the hints and develop them. ഒരു ഹിൻസ് കുറേ തന്നിട്ടുണ്ട്, അത് വെച്ച് ഡെവലപ്പ് ചെയ്യുക. എന്തൊക്കെ ഹിൻസ് തന്നിരിക്കുന്നത്? രാമു ഇസ് എ 12-year-old boy. ഇനി ആരുടെ കാര്യമാണ്? രാമുവിൻ്റെ കാര്യമാണ്. എത്ര വയസ്സാണ്? 12 വയസ്സുണ്ട്. He is tall and lean. നീളമുള്ളത്, മെലിഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. അതാണ് ആ കുട്ടിയുടെ അപ്പിയറൻസ്. He is always sleepy and people make fun of him, but he is honest. എന്താണ്, എങ്ങനെയാണ്, എപ്പോഴും കണ്ട അങ്ങനെ ഉറങ്ങി തൂങ്ങിയൊക്കെ ഇരിക്കില്ലേ, അതുപോലെ ഇരിക്കും. ആൾക്കാർ എപ്പോഴും അവനെ കളിയാക്കും, പക്ഷെ അവൻ എന്താണ്, സത്യസന്ധനാണ്. He likes listening to music. അവന് പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. But he doesn't like sports. പക്ഷെ സ്പോർട്സ് ഒന്നും അവന് ഇഷ്ടമല്ല. അതാണ് അവൻ്റെ ലൈക്സും ഡിസ്ലൈക്സും. Ramu is a weakling and he is looked down upon by others. മറ്റുള്ളവരെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല അവൻ്റെത്. ഇനി എന്താണ്? ഹി ബിക്കംസ് ബ്രേവ്. ഇനി അവന് ധൈര്യം വരുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ്? ആഫ്റ്റർ ആൻ എൻകൗണ്ടർ വിത്ത് എ ടൈഗർ. ഒരു ടൈഗറുമായിട്ട് ഒരു സ്ട്രഗിൾ നടക്കുന്ന സമയത്താണ് അവൻ ആദ്യമായിട്ട് ധൈര്യം കാണിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവൻ ധൈര്യമുള്ള ആളായി മാറി. ഐ തിങ്ക് ഹി ഡിസേർവ്സ് ടു ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട്. ഇനി എന്താണ്, അവനെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്റ്റോടുകൂടി കാണണം എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നു. ഇനി എന്താണ്? യു ഹാവ് റെഡ് ദ സ്റ്റോറി ദ സോങ് ഓഫ് സോങ്സ്. നിങ്ങൾ സോങ് ഓഫ് സോങ്സ് എന്നുള്ള ആ ഒരു സ്റ്റോറി വായിച്ചില്ലേ? വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദി ക്യാരക്ടർ ഓഫ് ടാൻസൻ? ടാൻസൻ്റെ ക്യാരക്ടറിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ലെറ്റ് us ഡെവലപ്പ് ദി ഹിൻസ് ആൻഡ് മേക്ക് എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ടാൻസൺ. ക്യാരക്ടർ സ്കെച്ച് ആരുടെ? ടാൻസൻ്റെ. ഈ ഹിൻസ് പോലെ നമ്മൾ ഇതുപോലെ എന്താണോ ടാൻസൻ്റെ ക്യാരക്ടറിനകത്തുള്ളത് അതൊക്കെ വെച്ച് ഡെവലപ്പ് ചെയ്ത് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുക. നമുക്ക് എഴുതാം. ഇത് 2 എണ്ണമാണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന എന്താണ്? ലെറ്റ് us try to make a sample character sketch എന്ന് പറഞ്ഞ് രാമുവിൻ്റെ കുറേയേറെ ഹിൻസ് തന്നില്ലേ, അതേപോലെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് എഴുതണം? ടാൻസൻ്റെ എഴുതണം. അപ്പോൾ നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് ഇവരുടെ 2 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് വേറെ വേറെ ആയിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നത് ആരെയാണ്? ഈ രാമു എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഹിൻസ് ഇല്ലേ, അത് വെച്ചിട്ട് നമ്മൾ ആദ്യമേ എഴുതുകയാണ്. Ramu is a boy of 12 years. He is very tall but lean. People always make fun of him because he always looks sleepy. He is honest. He is interested in listening music, but he doesn't like sports. In the beginning, he is a weakling and he is looked down upon by others. Later, his personality has changed after an encounter with a tiger. Then he becomes brave. In my opinion, he deserves to be treated with respect. ഇതാണ് ആരുടെ കാര്യം തന്നിരിക്കുന്നത്? രാമുവിൻ്റെ നമുക്ക് എഴുതാനായിട്ട് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ടാൻസൻ്റെതാണ്. അപ്പോൾ ടാൻസൻ്റെതിന് നിങ്ങൾക്ക് കുറച്ച് ഹിൻസും കൂടി തന്നിട്ടുണ്ട്. എന്താണ്? ടാൻസൻ ബോർഡ് ഇൻ സൈലൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. സൈലൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് കൂടി തല കുനിച്ചു എന്ന് പറയുന്നില്ലേ? വിച്ച് ആസ്പെക്ട് ഓഫ് ടാൻസൺസ് ബിഹേവിയർ ഇസ് സീൻ ഹിയർ? അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിനകത്ത്, ക്യാരക്ടറിനകത്തുള്ള ഏത് ആസ്പെക്റ്റാണ്, എന്താണ് ശീലമാണ്, അല്ലെങ്കിൽ ഏത് നല്ല കാര്യമാണ് നമ്മളിവിടെ കണ്ടത്? സെലക്ട് എ വേർഡ് ഫ്രം ദോസ് ഗിവൺ ബിലോ. അവിടെ നമുക്ക് ഉത്തരമായിട്ട് എഴുതുന്നത് റെവറൻറ്റ് എന്നുള്ളതാണ്.
അടുത്തത് ടാൻസൻ സീസ് ദർ ഈസ് സം വൺ ഹു സിങ്സ് ബെറ്റർ ദൻ ഐ ഡു. എന്നെക്കാൾ നന്നായി പാടുന്ന ഒരാളുണ്ട് എന്ന് പറയുന്നില്ലേ. ചൂസ് ദ വേർഡ് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഹിസ് ആറ്റിറ്റ്യൂഡ്. അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഡിസ്ക്രൈബ് ചെയ്യുന്ന നല്ലൊരു വേർഡ് ഇവിടെ ഉണ്ട്, അത് ഏതാണെന്ന് എഴുതുക. എന്താണ്? ഹംബിൾ. അടുത്ത എന്താണ്? വെരി വെൽ ഉസ്താദ് ജി സെഡ് അക്ബർ സ്മൈലിംഗ് ഇൻ ടു ടാൻസൻസ് ഹാഫ് സ്കെയർഡ് ഐസ്. ടാൻസൻ ഈസ് അഫ്രൈഡ് ഓഫ് ദി എംപറർ. ടാൻസന് ആരെ പേടിയൊന്നു? ആ എംപററിന്. എന്താ? പറ്റത്തില്ല അല്ലെങ്കിൽ ചെയ്യില്ലായിരിക്കും എന്ന് നെഗറ്റീവായിട്ട് ആരെങ്കിലും രാജാവിനോട് പറയോ? ഇല്ല. അപ്പോൾ ആ സമയത്ത് ഒരു ഭയം വന്നിട്ടുണ്ടായിരുന്നു. വിച്ച് വേർഡ് ടെൽസ് us ദിസ്? ഏത് വേർഡാണ് ഇവിടെ അത് പറയുന്നത്? ഹാഫ് സ്കെയർഡ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വേർഡാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? Danson knew how to get around him. He made a deliberate mistake. Which word best describes his attitude? ഒരു തെറ്റൊക്കെ വരുത്തിയില്ലേ ആരെ കൊണ്ട് പാട്ട് പാടിക്കാനായിട്ടാണ്? ഗുരുവിനെ കൊണ്ട്. അപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുത്തിയില്ലേ? അവിടെ ടാൻസന്റെ ഏത് ആസ്പെക്റ്റാണ് നമ്മൾ കണ്ട? ബുദ്ധിയല്ലേ. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? ക്ലവർ. ഇനി ഇത് 4 കൂടി വെച്ച് ഡെവലപ്പ് ചെയ്ത് നമ്മൾ എന്ത് എഴുതണം? അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് വായിക്കാം. എന്താണ്? ടാൻസൻ ആരായിരുന്നു എന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ. ടാൻസൻ ഇസ് ദ കോർട്ട് മ്യൂസീഷ്യൻ ഓഫ് എംപറർ അക്ബർ. ഹി ഹോൾഡ്സ് ഹിസ് എംപറർ ഇൻ ഹൈ റിവറൻസ്. ഹി ഈസ് വെരി ഹംബിൾ. That is clearly understood when he admits that he is not a great musician. ഒരു നല്ല പാട്ടുകാരനല്ല ഞാൻ, എന്നെക്കാൾ നന്നായി പാടുന്ന വേറെ ആളുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹംബിൾ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെന്താണ്? രാജാവിനോടുള്ള കടപ്പാട്, അതാണ് റെവറൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. When the emperor asks him to invite his guru to the court, he says that guru will not come and his eyes are half ക്ലോസ്ഡ് വിത്ത് സ്കെയർ. അല്ലേ? ആ സമയത്ത് കണ്ണെന്ത് ചെയ്യും? എൻ്റെ ഗുരു വരില്ല, ഗുരു ഇങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് രാജാവിനോട് പറയുമ്പോൾ ഒരു പേടിയോടുകൂടി പറയുന്നു. ആ സമയത്ത് കണ്ണ് പകുതി അടച്ചാണ് ഇരിക്കുന്നത്. എങ്ങനെ? പേടി കൊണ്ട്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തു. വെൻ ദ എംപറർ ആൻഡ് ടാൻസൻ വിസിറ്റ്സ് ദ ഗുരു ഹി ക്യാൻ ക്ലെവർലി മേക്ക് ഹിസ് ഗുരു സിംഗ് ബൈ ഹിസ് ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. ഒരു പാട്ട് പാടി മിസ്റ്റേക്ക് വരുത്തിയപ്പോൾ ക്ലെവർലി ആരെ കൊണ്ട് പാടിക്കാൻ പറ്റി? ഗുരുവിനെ കൊണ്ട് പാടിക്കാനായിട്ട് പറ്റി. ബോത്ത് ഗുരു ആൻഡ് ടാൻസൻ റിയലി ഡിസേർവ് അവർ റെസ്പെക്ട്. ഗുരുവും ടാൻസനും ഉറപ്പായും നമ്മളുടെ റെസ്പെക്റ്റ് അവർക്ക് അതിനുള്ള അർഹരാണ് അവർ. അല്ലേ? നമ്മൾ ഉറപ്പായും അവരെ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. 2 പേരുടെയും അത്ര നല്ല ക്യാരക്ടറാണ് എന്നിവിടെ പറയുന്നു. അടുത്തത് ഇനി എന്താണ്? സി പാർട്ട്. സ്കെച്ച് ദി ക്യാരക്ടർ ഓഫ് സെന്റ് ഹരിദാസ്. ഹരിദാസിൻ്റെ ക്യാരക്ടർ. സെന്റ് ഹരിദാസ് ആരാണ്? അദ്ദേഹത്തിൻ്റെ ഗുരു, ടാൻസന്റെ ഗുരുവാണ്. അദ്ദേഹത്തെ കാണാനല്ലേ ഇവർ പോയത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഇനി നമുക്ക് എഴുതാനായിട്ട് ഉള്ളത്. എന്ത് പറയാം നമുക്ക്? Saint Haridas was a great musician. ഹരിദാസ് ഒരു ഗ്രേറ്റ് മ്യൂസിഷ്യൻ ആണ്. ആൻഡ് ദ ടീച്ചർ ഓഫ് ടാൻസൻ. ടാൻസന്റെ ടീച്ചർ ആണ്. He stopped his music career when he was old and led an austere life of a hermit. ഇതൊക്കെ ടെക്സ്റ്റിലുള്ള ഭാഗമാണ്. ഓക്കെ. എന്താണ്? കുറച്ച് പ്രായമായപ്പോൾ പാട്ട് ഉപേക്ഷിക്കുന്നു, അതിനുശേഷം ഒരു ഏകാന്ത ജീവിതം നയിക്കുന്നു. അതൊക്കെ പറഞ്ഞതല്ലേ. When Akbar and Tansen asked him to sing a song, he said that he had long passed the age to sing. അല്ലേ? ഒരു പാട്ട് പാടാൻ അവർ ആവശ്യപ്പെടുമ്പോൾ എന്താണ്? ഞാൻ പാട്ട് പാടേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നില്ലേ അത്. But his dedication as a teacher revealed when his pupil made a mistake. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ pupil made a mistake. ഒരു മിസ്റ്റേക്ക് വരുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീച്ചർ എന്നുള്ള നിലയിലുള്ള ആ ഒരു ഡെഡിക്കേഷൻ, ആത്മാർത്ഥത പുറത്തു വന്നു. He suddenly corrected it and asked his student why could he make a mistake. അല്ലേ? അദ്ദേഹം എന്ത് ചെയ്യുന്നു? അത്ഭുതപ്പെടുന്നു. എൻ്റെ സ്റ്റുഡൻറ്റിന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് എങ്ങനെ വന്നു എന്ന് അവനോട് ചോദിക്കുന്നു. ഹിസ് മ്യൂസിക് സ്പ്രാങ് ഫ്രം ദ ഡെപ്ത് ഓഫ് ഹിസ് സോൾ. അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് എന്ത് വരുന്നത്? അദ്ദേഹത്തിൻ്റെ പാട്ട് വരുന്നത്. നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത് സ്പെല്ലിങ് PUPIL ആണ്. എന്ന് വെച്ചാൽ ശിഷ്യൻ എന്നുള്ളതാണ്. മറ്റേ PEOPLE അല്ല. അതാകുമ്പോൾ ആളുകൾ എന്നുള്ളതാണ്. സ്പെല്ലിങ് ശ്രദ്ധിച്ചോണം. ഓക്കെ. അടുത്ത നമുക്ക് എന്താ തന്നിരിക്കുന്നത്? മെനി സ്റ്റോറീസ് ഹാവ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ഫിലിംസ് ആൻഡ് പ്ലേസ്. ഒരുപാട് കഥകൾ സിനിമകളും നാടകങ്ങളും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, മാറ്റം വരുത്തിയിട്ടുണ്ട്. ലെറ്റ് us try to convert this short story into a one act play. ഒറ്റ ആക്ട് മാത്രമുള്ള, ഒരാൾ മാത്രം അഭിനയിക്കുന്നതല്ല, ഒറ്റ ആക്ട് മാത്രമേ ഉള്ളൂ, ഒരു രംഗം. അങ്ങനെയുള്ള ഒരു പ്ലേ ആയിട്ട് നമുക്കിത് എഴുതാം. പ്രിപ്പയർ ദി സ്ക്രിപ്റ്റ് ആൻഡ് ദെൻ പെർഫോം ഇറ്റ് ഇൻ ദി സ്കൂൾ ഓഡിറ്റോറിയം. ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിങ്ങളത് അവതരിപ്പിക്കുക. എന്താണ്? 1 act play, The Song of Songs. അതിൻ്റെ 1 act play ആണ്. ടാൻസൻ enters at the court
ഓഫ് എംപറർ അക്ബർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നിരിക്കുന്നത്. എന്താണ്, ടാൻസൻ കയറി വരുന്നു എങ്ങോട്ട്, എംപറർ അക്ബറിൻ്റെ കോർട്ടിലോട്ട്. ടാൻസൻ എന്ത് പറയുന്നു, നീണാൾ വാഴട്ടെ എന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. ലോങ് ലീവ് എംപറർ അക്ബർ എന്ന് പറയുന്നു. അപ്പോൾ കോർട്ടിയേഴ്സും എന്ത് പറയും, ലോങ് ലീവ് എംപറർ അക്ബർ എന്ന് പറയുന്നു. അക്ബർ എന്ത് പറയുന്നു, ഐ ഹാവ് ബീൻ ഈഗർലി വെയിറ്റിംഗ് ടു ലിസൺ ടു യുവർ മ്യൂസിക് ഡിയർ ടാൻസൻ, ഞാൻ നിങ്ങളുടെ പാട്ട് കേൾക്കാൻ അക്ഷമയായി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നു. പിന്നെന്താണ്, അറ്റ് യുവർ കമാൻഡ് യുവർ മെജസ്റ്റി. അപ്പോൾ എന്താ ടാൻസൻ പറഞ്ഞത്, നിങ്ങളുടെ ആജ്ഞ പോലെ എന്ന് പറയുന്നു. പിന്നെന്താണ്, ഹി ടേക്സ് ഹിസ് തമ്പുര ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് സ്റ്റാർട്ട് സിംഗിങ്, തമ്പുരു കയ്യിലെടുത്ത് പാടാൻ തുടങ്ങി. എവരിബഡി ലിസൺ ടു ദ മ്യൂസിക് ഇൻ റാപ്റ്റ് അറ്റൻഷൻ, എല്ലാവരും വളരെ അറ്റൻഷനായിട്ട് ക്ഷമയോടെ എന്താണ് ചലിക്കാതെ കേട്ടോണ്ടിരിക്കുന്നു. After some time he gets tired and places his tambura on the carpet. കുറച്ച് സമയം കഴിയുമ്പോൾ അദ്ദേഹം ക്ഷീണിക്കുന്നു, തമ്പുര എടുത്ത് കാർപ്പറ്റിലേക്ക് വയ്ക്കുന്നു. ഇനി അക്ബർ എന്ത് പറയുന്നു, embraces Tansen, wonderful, superb, I listen to you every day but I can't seem to have enough. അപ്പോൾ എന്താ, ഞാൻ ഒരുപാട് കാലമായി അങ്ങയുടെ പാട്ട് കേൾക്കുന്നു, ഇതുവരെ എനിക്ക് മതിയായിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ ടാൻസൻ എന്ത് ചെയ്യുന്നു, തല കുനിക്കുന്നു, ഗ്രാറ്റിറ്റ്യൂഡോടെ തല കുനിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്പേസ് ആണല്ലേ. അക്ബർ ആൻഡ് ടാൻസൻ റീച്ച് സെന്റ് ഹരിദാസ് ഹട്ട്. The sand is quite busy with his daily course. Akbar and Tansen together, Guruji, we have come to listen to your enchanting music. ഇത്രയും ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബാലൻസ് നമുക്ക് എഴുതാം. അപ്പോൾ എന്താണ് ടെക്സ്റ്റിനകത്ത് തന്നിട്ടുള്ള അതേ വേർഡ്സ്. എനിക്ക് പാടാൻ പറ്റില്ല, ഞാൻ പാടുന്നതിൻ്റെ സമയം കുറേയേറെ കഴിഞ്ഞു പോയി, ഓൾറെഡി നമ്മളിവിടെ തരുന്നുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കുക. എന്താണ് മാറ്റർ എന്ന് ഞാൻ പറയാം, അതിനുശേഷം നിങ്ങളൊന്ന് എഴുതുക, അതിനുശേഷം മാത്രം ഇത് എഴുതിയെടുത്താൽ മതി. എന്താണ് മാറ്റർ എന്ന് വെച്ചാൽ എന്താണ് പറയുക, ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് പാട്ട് ഇപ്പോൾ ഞാൻ പാടിയിട്ട് ഒരുപാട് കാലമായി, അപ്പോൾ ഞാൻ ഇനി പാടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ എന്താണ് തിരിച്ച് ആര് പറയുന്നു, ടാൻസൻ പറയുന്നു. അപ്പോൾ ഞാനൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞ് ടാൻസൻ പാടുന്നു. അപ്പം മിസ്റ്റേക്ക് വരുത്തുന്നു, അതവിടെ നമ്മൾ പറയണം, മിസ്റ്റേക്ക് വരുത്തുന്നു. അപ്പോൾ ഗുരുജിയുടെ ഭാവം എന്താണ്, അദ്ദേഹം ഭയങ്കര അത്ഭുതത്തോടു കൂടി ആരെ നോക്കുന്നു, ടാൻസനെ നോക്കുന്നു. എന്നിട്ട് എന്താ ചോദിക്കുന്നത്, ഇങ്ങനെയാണോ, നിനക്ക് എന്ത് പറ്റി ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റാൻ എന്ന് പറഞ്ഞിട്ട് തമ്പുരു വാങ്ങി. അതിനുശേഷം അദ്ദേഹം പാടുന്നു, ഒരെണ്ണം പാടുന്നു, പിന്നീട് തുടരെ പാടുന്നു. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു സിറ്റുവേഷൻ, എല്ലാവരും ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെ നിന്ന് പോകുന്നില്ലേ, അത്രയും ഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി നോക്കുക, ഇല്ലെങ്കിൽ മാത്രം ഇത് എഴുതി എടുക്കുക. ഇനി എന്താ തന്നിരിക്കുന്നത്, ലെറ്റ് us now analyze a diary entry. ഇനി ഒരു ഡയറി തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. Today I was very sad. My best friend Jyoti did not speak to me. നിങ്ങളുടെയൊക്കെ സ്ഥിരം പരിപാടി തന്നെ. എന്താ, ഇന്ന് എനിക്ക് ഭയങ്കര വിഷമാണ്, എൻ്റെ കൂട്ടുകാരി എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. എന്താ കാര്യം, ഞാനൊരു മിഠായി വാങ്ങിയിട്ട് പകുതി അവൾക്ക് കൊടുത്തില്ല, അതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് മിണ്ടിയില്ല. ഇത്രയേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ എന്താ ഇവിടെ തന്നിരിക്കുന്നത്, Phil, she was rude, wanted to talk to her when we met at the library. She refused, asked about it. Anything she said was a yes or no answer. അപ്പോൾ എന്താണ്, അവൾ മിണ്ടിയില്ല, ലൈബ്രറി വെച്ച് കണ്ടു, അപ്പോഴും മിണ്ടി, ഞാൻ പോയി മിണ്ടി, അപ്പോഴവൾ ഒന്നുകിൽ യെസ് പറയും, ഇല്ലെങ്കിൽ നോ പറയും, അല്ലാതെ കൂടുതലായിട്ട് എൻ്റെ അടുത്ത് ഒന്നും മിണ്ടില്ല. ട്രൈ ടു ക്രാക്ക് ജോക്സ് ആൻഡ് ചിയർ ഹർ അപ്പ്. അപ്പോൾ തമാശയൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ നോക്കി, എന്നിട്ട് പറ്റിയോ, ഇല്ല. ബട്ട് ഷി റിമൈൻ സൈലൻറ്റ്. അപ്പോൾ അവൾ സൈലൻ്റ് ആയിട്ടിരുന്നു. സംതിങ് ഹാഡ് ഗോൺ റോങ് വിത്ത് ഹർ. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. മാത്തമാറ്റിക്സ് ടീച്ചർ ഈവൻ സ്കോൾഡഡ് ഹെർ ഫോർ നോട്ട് ആൻസറിങ് ഹെർ ക്വസ്റ്റ്യൻസ്. മാത്സ് ടീച്ചർ അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്താ ഉത്തരം പറഞ്ഞില്ല, അതുകൊണ്ട് വഴക്ക് പറഞ്ഞു. ഇനി അതാണോ, ഫൗണ്ട് ഔട്ട് ഓഫ് ദി റീസൺ ഇൻ ദ ഈവനിങ് ഹർ ഡോഗ്സ് ഹാഡ് അറ്റാക്ഡ് ഹെർ ഫേവറേറ്റ് കിറ്റി. അപ്പോൾ എന്താ സംഭവം, പട്ടികളെല്ലാം കൂടി അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂച്ചക്കുട്ടിയെ അറ്റാക്ക് ചെയ്തു, അതാണ് അവളുടെ വിഷമത്തിൻ്റെ കാരണം. Let us discuss the important elements of a diary entry. ഈ ഡയറി എൻട്രിയുടെ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇതിന് മുമ്പ് എന്താണ് ഡയറി എന്ന് പറയുന്നുണ്ട്. എന്താണ് ഒരു കോളത്തിൽ തന്നിട്ടുള്ള നോക്കിയേ. ഡയറി എൻട്രി ഈസ് എ റെക്കോർഡ് ഓഫ് ദ പേഴ്സണൽ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് എ പേഴ്സൺ. ഒരാളുടെ പേഴ്സണലായിട്ടുള്ള, അയാൾക്ക് മാത്രമായിട്ട് തോന്നുന്ന അയാളുടെ ഫീലിങ്സിനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഒക്കെ എഴുതി വെക്കാനുള്ളതാണ് ഡയറി. We usually write short, simple sentences including fragments. എന്താണ് നമുക്ക് തോന്നുന്ന പല സിമ്പിളായിട്ടുള്ള അത്ഭുതം തോന്നുന്ന സെൻറ്റൻസുകൾ, ചില കുഞ്ഞു വാക്കുകൾ, ഞുറുങ്ങുകൾ, ഇതൊക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മൾ അവിടെ എഴുതി വെക്കാറുള്ളത്. ഈസ് there a date mentioned in the diary? ഡേറ്റ് മെൻഷൻ ചെയ്തില്ലേ, ചെയ്യും. ഹൗ ഡസ് ദ ഡയറി എൻട്രി ഓപ്പൺ, എങ്ങനെയാണ്, ഇന്നത്തെ ദിവസം എനിക്ക് ഇങ്ങനെയായിരുന്നു, ദിസ് വാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങില്ലേ, അങ്ങനെ തുടങ്ങാം. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദി സെൻറ്റൻസസ് യൂസ്ഡ് ഇൻ ദ ഡയറി? ഡയറിയിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആയിട്ടായിരിക്കും. വാട്ട് ആർ ദ ഫീലിങ്സ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഡയറി? എന്താണ്, എല്ലാ ഫീലിങ്സും വരും, സന്തോഷം വരും, സങ്കടം വരും, എക്സൈറ്റ്മെൻറ്റ് വരും, അങ്ങനെ പല വികാരങ്ങളും വരും.
വാട്ട് ഇൻഡിക്കേഷൻ ഓഫ് ടൈം ഡു യു ഗെറ്റ് ഫ്രം ദ ഡയറി എൻട്രി? സംതിങ് ഹാസ് ഹാപ്പൻഡ്, ഈസ് ഹാപ്പനിങ്, വിൽ ഹാപ്പൻ. അപ്പോൾ ഡയറി എൻട്രിക്കകത്ത് 3 ടൈം എന്താണ്? സംതിങ് ഹാസ് ഹാപ്പൻ, കഴിഞ്ഞു പോയ കാര്യം; ഈസ് ഹാപ്പനിങ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം; വിൽ ഹാപ്പൻ, നടക്കാൻ പോകുന്ന കാര്യം. ഇതിലേതാണ് നമുക്ക് കൂടുതലും ഡയറിയിൽ കിട്ടുക? ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞു പോയ കാര്യമായിരിക്കും നമുക്കവിടെ കിട്ടുക. ഇനി എന്താണ്? ഡയറി മേ ഇൻക്ലൂഡ്, ഡയറിക്ക് ഒരു ഡേറ്റ്, ഓപ്പണിംഗ്, ഇൻട്രൊഡക്ഷൻ, ബോഡി, ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഉള്ളത്. ഡേറ്റ് തന്നിട്ടുണ്ട്, പിന്നെന്താണ്? ഓപ്പണിംഗ്. നോട്ട് ഓൾ ഡയറിസ്റ്റ് റൈറ്റ് ആൻ ഓപ്പണിംഗ് ഓൺ ഈച്ച് എൻട്രി. എല്ലാവരും എല്ലാ ഡയറിക്കും എല്ലാവരും വന്ന് ഇപ്പോൾ ഒരാൾ ഡയറി എഴുതുക, ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ എഴുതി. ഇപ്പം നാളെ ചിലപ്പോൾ ഞാനത് എഴുതിയെന്നിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. ശരിക്കും അതിൻ്റെ ഫോമിൽ ഓപ്പണിംഗ് ഉണ്ടാകണം, പക്ഷേ നിർബന്ധമായിട്ടും എല്ലാവരും എഴുതണം എന്ന് ഇല്ല. ഇൻട്രൊഡക്ഷൻ. ഇനി എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ ദിവസം എനിക്ക് വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ് നിർത്തിപ്പോകാൻ പറ്റുമോ? ഇല്ല, അത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി അതിന് ശേഷം എന്താണ് സംഭവം എന്നുള്ള അതിൻ്റെ ഒരു കാര്യം നമ്മൾ പറയണം. പിന്നെ ബോഡി, അതാണ് മെയിൻ ആയിട്ടുള്ള ഭാഗം. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, അന്നത്തെ ഡയറിയിൽ അന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ് ബോഡി എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ഡയറിക്കകത്ത് ഉള്ളത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ തന്നിരിക്കുന്നത്? സ്റ്റഡി ദി ഫോളോയിങ് ഡയറി എൻട്രി കെയർഫുള്ളി. ഇനി തന്നിരിക്കുന്ന ഡയറി എൻട്രി ശ്രദ്ധിച്ച് വായിക്കുക. ഐഡൻറ്റിഫൈ ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദി ടേബിൾ ഗിവൺ ബിലോ. ഇത് വായിച്ചതിന് ശേഷം താഴെ നിങ്ങൾക്ക് കുറേ കോളം തന്നിട്ടുണ്ട്. ഡേറ്റ്, ഓപ്പണിംഗ്, ഫീലിങ്സ്, ക്ലോസിംഗ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നില്ലേ? ഇതിനകത്ത് ഏതൊക്കെയാണ് അവിടെ മാച്ച് ആവുന്നതെന്ന് എടുത്തെഴുതുക. അതിനാദ്യം നമ്മൾ സാമുവൽ പെപ്പീസ് ഡയറിയാണ് ആദ്യം നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ ഡേറ്റ് 5th എന്ന് തന്നിട്ടുണ്ട്, അത് ഇവിടെ തന്നിട്ടുണ്ട്. ഡേറ്റ് 5th കോളത്തിൽ നോക്കിയേ, ഡേറ്റ് 5th. പിന്നെ ഓപ്പണിംഗ് എന്താണ്? ഇറ്റ് ബീയിങ് വെരി കോൾഡ് ആൻഡ് ഗ്രേറ്റ് സ്നോ. അതാണ് അവിടുത്തെ ഓപ്പണിംഗ് ലൈനായിട്ട് തന്നിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ദ ഓഫീസ് ആൻഡ് ദേ ആർ ഓൾ ദ മോർണിംഗ് അറ്റ് നൂൺ ഡൈൻഡ് അറ്റ് ഹോം troubled at my wife's being simply angry with Jane or cook. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഓഫീസിലെ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്, അത് എഴുതുക. ഇനി അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ള വേർഡ്സ് അവിടെ തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതുക. അത് കഴിഞ്ഞ് ക്ലോസിങ്. എന്താണ് ക്ലോസിങ് എന്ന് പറഞ്ഞാൽ? ഹോം ടു സപ്പർ ആൻഡ് ടു ദ കോഫി അഗൈൻ ആൻഡ് ദം ലേറ്റ് ഹോം ടു ബെഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നില്ലേ? അത്രയും കാര്യങ്ങളാണ് അവിടുത്തെ എൻഡിങ്. ഇനി ആ എക്സ്പ്രഷൻസ്, അയാളുടെ ദുഃഖം തോന്നിയത്, സന്തോഷം തോന്നിയത്, അത്ഭുതം തോന്നിയത്, അങ്ങനെ ആങ്കറി, ഇങ്ങനെയുള്ള ഓരോ വികാരങ്ങളില്ലേ, അത് അവിടെ നമ്മൾ ഫില്ല് ചെയ്യുക. ഓൾറെഡി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കണ്ടെത്തി എഴുതുക. After returning home, Tansen writes about the ecstatic moments he had enjoyed that day. വീട്ടിൽ വന്നതിന് ശേഷം അന്നത്തെ ദിവസം അദ്ദേഹം അനുഭവിച്ച വളരെ സന്തോഷം തോന്നിയില്ലേ, ആ ഒരു ദിവസത്തെ പറ്റി അദ്ദേഹം എന്ത് ചെയ്യാണ്? ഡയറിയിൽ എഴുതാൻ പോവുക. ഈ റെക്കോർഡ്സ് ഹിസ് ഫീലിംഗ് ഇൻ ഹിസ് ഡയറി. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതുകയാണ്. വാട്ട് വുഡ് ഹിസ് ഡയറി എൻട്രി ബി? അദ്ദേഹത്തിൻ്റെ ഡയറി എൻട്രി എങ്ങനെയായിരിക്കും ഇരിക്കുക? Now write the likely diary entry Tansen would make. അപ്പോൾ ടാൻസൺ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഡയറി എന്തായിരിക്കും? കൺസിഡറിങ് ദ ഫീച്ചേഴ്സ് യു ഹാവ് ലേൺഡ്. നിങ്ങൾ ലേൺ ചെയ്ത കുറേ ഫീച്ചേഴ്സ് ഇല്ലേ? ഓപ്പണിങ്ങും ഡേറ്റും ഫീലിങ്സും ക്ലോസിങ്ങും, അങ്ങനെ കുറേ കാര്യങ്ങൾ. ബോഡി ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഇൻട്രൊഡക്ഷൻ, ബോഡി ഇങ്ങനെയൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡയറി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? ഐ വാസ് വെരി ഹാപ്പി ടുഡേ. ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര സന്തോഷവാനായിരിക്കും. ആദ്യം ഒരു ഡേറ്റ് കൊടുക്കുക. റൈറ്റ് സൈഡിൽ ഏതെങ്കിലും ഒരു ഡേറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കുക. ഐ കുഡ് സീ മൈ ഗുരു ആഫ്റ്റർ എ ലോങ് ടൈം. എൻ്റെ ഗുരുവിനെ ഒരേറെ കാലശേഷം ഗുരുവിനെ കാണാൻ പറ്റി. ദി എംപറർ ആസ്ക്ഡ് മീ ടു ഗോ വിത്ത് ഹിം ടു മൈ ഗുരു ടു ഹിയർ ഹിസ് സോങ്. എൻ്റെ ഗുരുവിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ചെല്ലാനായിട്ട് എന്നെയും കൂടെ വിളിച്ചു. ബട്ട് ഐ വാസ് അഫ്രൈഡ് ദാറ്റ് ഹി വുഡ് നോട്ട് സിങ്. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്താണ്? എൻ്റെ ഗുരു പാടുമോ എന്നുള്ളത് എനിക്ക് പേടിയായിരുന്നു. ഐ ഹാഡ് ആൻ ഐഡിയ. എനിക്കൊരു ഐഡിയ തോന്നി. വെൻ ഐ ഡെലിബറേറ്റ്ലി മെയ്ഡ് എ മിസ്റ്റേക്ക് ഹി കറക്റ്റഡ് ഇറ്റ്. ഞാനൊരു മിസ്റ്റേക്ക് വരുത്തിയപ്പോൾ എൻ്റെ ഗുരു അത് തിരുത്തി. ദെൻ ഹി സാങ് ആൻഡ് സാങ്. പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് ചെയ്യാൻ തുടങ്ങി? പാടിക്കൊണ്ടിരിക്കാനായിട്ട് തുടങ്ങി. വാട്ട് എ മെലഡി, എത്ര മനോഹരമായ പാട്ടാണ്. താങ്ക് ഗോഡ് ടു അലോ മീ ടു ഹിയർ ദാറ്റ് വോയിസ് അഗെയിൻ. ആ വോയിസ് ഒരിക്കൽ കൂടി കേൾക്കാൻ എനിക്ക് അവസരം തന്നതിന് ആരോട് നന്ദി പറയുന്നു? ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിങ്ങളുടെ ഈ ഒരു സോങ് ഓഫ് ദി സോങ്സിൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, എന്നാൽ അത് ഈസിയാണ്. ഡയറിയുടെ എങ്ങനെയാണ് എഴുതേണ്ടത്, അത് സാധാരണ നമ്മൾ എഴുതുന്ന കാര്യങ്ങളാണ്. പക്ഷേ എഴുതുമ്പോൾ നമ്മൾ അറിയാറില്ല. നമ്മൾ എഴുതുമ്പോൾ ഒരു ഡേറ്റ്, അതിൻ്റെ ബോഡി കറക്റ്റായിട്ടാണ് നമ്മൾ എഴുതുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതാണ് പ്രോബ്ലം. ആദ്യമേ ഒരു ഡേറ്റ് വേണം. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന അതേ സെൻറ്റൻസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇൻട്രൊഡക്ഷൻ ആണെന്ന് നമുക്ക് അറിയില്ല അല്ലേ? പിന്നെ എന്താണ്? ഞാൻ ഇന്നത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞൊരു സെൻറ്റൻസ്
പറയില്ല അതൊരു ഓപ്പണിംഗ് ആണ് എന്ന് നമുക്കറിയില്ല. അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആണെന്ന് അറിയില്ല. പിന്നീട് നമുക്ക് എന്ത് പറയുന്നുണ്ട്, ബോഡി പറയുന്നുണ്ട്, അതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നമുക്കറിയില്ല. എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഒരു ഡയറിയുടെ ഭാഗം എന്ന് നമുക്കറിയില്ല. അതാണ് ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. സാധാരണ നമ്മൾ എഴുതുന്ന രീതി തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്ത് പോയാലും മതിയാകും. നിങ്ങൾ കുറച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്പൺ ലൈനും ഇൻട്രൊഡക്ഷൻ, സംഭവം എന്താണ്, ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം, പിന്നെ അതിൻ്റെ ബോഡി, പിന്നെ നിർത്തുന്ന ഭാഗം എന്താണ്, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോയി, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് നന്ദി, എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ തോന്നും, അത് പ്രശ്നമില്ല. അത് അതിൻ്റെ ആ ഒരു ബോഡി, അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ അറിയേണ്ടത്. നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉള്ളത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മൈക്കിൾ ജാക്സന്റെ ഒരു മൂൺ വാക്കിനകത്തുള്ള കുറച്ച് ഭാഗമാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതുവരെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ നന്നായിട്ട് നോക്കുക. അതുപോലെ പ്ലേലിസ്റ്റിൻ്റെ കാര്യവും ഡിസ്ക്രിപ്ഷൻ്റെ കാര്യവും എപ്പോഴും പറയുന്നുണ്ട്, എന്നാലും പറയുകയാണ്, നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ടോ എന്ന് ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്ലേലിസ്റ്റിൽ കയറി നോക്കുക. അതുപോലെ ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ ഡൗട്ട് തോന്നുന്ന കാര്യങ്ങളുടെ ആൻസർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തരും. ഡിസ്ക്രിപ്ഷൻ എവിടെയാണെന്ന് അറിയാമല്ലോ, പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അവിടെ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അതുപോലെ മറക്കാതെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളാം. റിപ്ലൈ കണ്ടില്ലെന്ന് കരുതി വിഷമിക്കേണ്ട, എപ്പോഴെങ്കിലും അതിനുള്ള റിപ്ലൈ തരാൻ സമയം കണ്ടെത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക. ഓൾ ദി ബെസ്റ്റ്.